ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തപസ്സ് ധ്യാനത്തിൻ്റെ 2ാം ദിവസം തീരുകയാണ്. ഇനി ആരാധനയുണ്ട്, കുർബാനയുണ്ട്, കൺഫെഷൻ ഡേ ആണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദിയുണ്ട്. കർത്താവിനെ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. പൂർണ്ണഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. തപസ് ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്ന മക്കളെല്ലാം ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ അന്വേഷിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മളാവുമ്പോൾ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാം. ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ഈശോയെ, എനിക്ക് ഇത്രയ്ക്ക് അറിയത്തുള്ളൂ. ഞാൻ ഇന്നലെ ചിന്തിച്ചൊരു കാര്യമാണ്, എപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയുന്ന അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് എന്നിലോട്ട് വരുള്ളൂ. അവിടെ ഞാൻ എപ്പോഴും ഈശോയോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഈശോയെ, എനിക്ക് പറ്റില്ല കേട്ടോ, നിനക്ക് പറ്റും. എനിക്ക് പറ്റില്ല, നിനക്ക് പറ്റുമെന്ന് പറയുമ്പം ഒരു എളിമപ്പെടുത്തലും ഒരു പ്രഘോഷണവും അവിടെ നടക്കുന്നുണ്ട്. എന്നെ എളിമപ്പെടുത്തി എൻ്റെ കർത്താവിനെ ഏറ്റു പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നിസ്സാരതയിലേക്ക്, എൻ്റെ ബലഹീനതയിലേക്ക് ഇറങ്ങി വരുന്നൊരു ഈശോയെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു വലിയ സാന്നിധ്യം ഇന്ന് തപസ്യാനം കൂടുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും അതിൻ്റെ വലിയ ബ്ലെസ്സിങ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾക്ക് നന്ദിയുണ്ട്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 10 നന്മ നമ്മുടെ തപസ്യാനം കൂടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.